അടുത്തത് എക്സ്റേ. 1895 ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. മനുഷ്യൻ്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോഡ്ജനാണ്. മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. ഇപ്പോൾ 1895 ജർമ്മൻ ഭൗതികശാസ്ത്രജ്ഞനായ വിൽഹെം കോൺറാഡ് റോഡ്ജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. എക്സ്റേയുടെ പ്രത്യേകത മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എന്നാൽ എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. അടുത്ത് മുട്ടുമാറ്റിവെക്കൽ. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ. ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. ചെവിക്കുള്ളിലും അസ്ഥികൾ. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൻ്റെ 3 ചെറിയ അസ്ഥികളുണ്ട്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്നും ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുകയും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുതാണ് തുടയെല്ല്. ഇപ്പം നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളാണുള്ളത്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. അവയാണ് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് തുടയെല്ലാണ്. ഇനി പുറന്തോടുകൾ എങ്ങനെയാണ് ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു. ബാഹ്യ അസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും എന്താണെന്നാണ്. ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളാണ് ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നത്. പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരിക അസ്ഥികൂടമാണ്. ഇനി ബാഹ്യാസ്ഥികൂടം. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ചാപ്റ്റർ പൂക്കാം കായ്ക്കാം. ഇവിടെ ഒരു പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങളുമാണ്. പൂഞ്ഞെട്ട് പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നു. പൂവിനെ തണ്ടുമായി ബന്ധിപ്പിക്കുന്നത് പൂഞ്ഞെട്ടാണ്. പുഷ്പാസനം പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. പുഷ്പാസനത്തിലാണ് പൂവിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നത്. ദെൻ വിതളപുടം. വിതളപുടം വിതളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. പൂമൊട്ടിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വിതളപുടമാണ്. ഇനി ദളപുടം ദളങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. പൂവിന് ഭംഗിയും ആകർഷണവും നൽകുന്നത് ദളപുടമാണ്. ഇനി കേസരപുടം കേസരങ്ങൾ ചേർന്ന് രൂപപ്പെട്ടത്. പൂവിൻ്റെ ആൺ പ്രത്യുൽപാദന ഭാഗമാണ് കേസരപുടം. ഇനി ജനിപുടം പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനി. ഒന്നോ ഒന്നിലധികമോ ജനികളുണ്ടാകാം. അപ്പോൾ അതിൻ്റെ പിക്ചറൈസേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ പൂവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആ പിക്ചറിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ പുഷ്പം അഥവാ കംപ്ലീറ്റ് ഫ്ലവർ എന്നാൽ എന്താണെന്ന് നോക്കാം. വിതളപുടം, ദളപുടം, കേസരപുടം, ജനിപുടം എന്നീ 4 ഭാഗങ്ങളാണ് ഒരു പൂവിൽ പ്രധാനമായും കാണുന്നത്. ഈ 4 ഭാഗങ്ങളുമുള്ള പൂവിനെ പൂർണ്ണ പുഷ്പം എന്ന് പറയുന്നു. നീലക്കുറിഞ്ഞി എന്താണെന്ന് നോക്കാം.
നീല പൂക്കൾ കൊണ്ട് പശ്ചിമഘട്ട മലനിരകളെ മനോഹരമാക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിലുള്ള പുൽമേടുകളിലും ചോലവനങ്ങളിലുമാണ് ഇവ വളരുന്നത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വിവിധ ഇനം കുറിഞ്ഞികളിൽ ഒന്നു മാത്രമാണ് നീലക്കുറിഞ്ഞി. ഇവ 12 വർഷത്തിലൊരിക്കൽ കൂട്ടമായി പൂവിടുന്നു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവയുടെ പൂക്കാലം. എന്താണ് കേസരപുടം? കേസരങ്ങൾ ചേർന്നതാണ് കേസരപുടം. കേസരത്തിന് തന്തുകം, പരാഗി എന്നീ ഭാഗങ്ങളുണ്ട്. പരാഗിയിലെ അറകളിലാണ് പരാഗരേണുക്കൾ ഉള്ളത്. പുംബീജത്തെ വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. പുംബീജത്തെ അഥവാ ആൺബീജകോശം വഹിക്കുന്ന ഭാഗങ്ങളാണ് പരാഗരേണുക്കൾ. ഇനി എന്താണ് ജനിപുടം? പൂവിൻ്റെ പെൺ പ്രത്യുൽപാദന ഭാഗമാണ് ജനിപുടം. ജനിയിൽ പരാഗണ സ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നീ ഭാഗങ്ങളുണ്ട്. അണ്ഡാശയത്തിനുള്ളിലെ ഓവിയുള്ളിനുള്ളിലാണ് അണ്ഡം അഥവാ പെൺ ബീജകോശം കാണപ്പെടുന്നത്. ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ കാണുന്ന പൂക്കളാണ് ചെമ്പകപ്പൂവ്, താമരപ്പൂവ്, സീതപ്പൂവ്, അരണമരപ്പൂവ് എന്നിവ. ഇനി ഇവിടെ ഒരു പൂവ് നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ വെണ്ട, കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്നു. അത് വെണ്ടയുടെ പ്രത്യേകതയാണ്. കേസരപുടവും ജനിപുടവും ഒരേ പൂവിൽ കാണപ്പെടുന്ന സസ്യങ്ങളുണ്ട്. കേസരപുടവും ജനിപുടവും പ്രത്യേകം പൂക്കളിൽ കാണപ്പെടുന്ന സസ്യങ്ങളുമുണ്ട്. കേസരപുടം മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ആൺപൂക്കൾ. ഇനി എന്താണ് ഏകലിംഗ പുഷ്പങ്ങളും ദ്വിലിംഗ പുഷ്പങ്ങളും? കേസരപുടം, ജനിപുടം ഇവയിൽ ഏതെങ്കിലും ഒന്നു മാത്രം കാണപ്പെടുന്ന പൂക്കളാണ് ഏകലിംഗ പുഷ്പം എന്നറിയപ്പെടുന്നത്. ഒരു പൂവിൽ തന്നെ കേസരപുടവും ജനിപുടവും കാണപ്പെടുന്നതാണ് ദ്വിലിംഗ പുഷ്പങ്ങൾ. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ ആൺ സസ്യങ്ങളെന്നും പെൺപൂക്കൾ മാത്രം കാണുന്ന സസ്യങ്ങളെ പെൺസസ്യങ്ങളെന്നും പറയുന്നു. ഇനി ഏകലിംഗ സസ്യങ്ങളും ദ്വിലിംഗ സസ്യങ്ങളും. ആൺപൂക്കളും പെൺപൂക്കളും വെവ്വേറെ സസ്യങ്ങളിലാണ് കാണുന്നതെങ്കിലും അത്തരം സസ്യങ്ങളെ ഏകലിംഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഈന്തപ്പന, കുടംപുളി, ജാതി, പപ്പായ എന്നിവ. ഒരു സസ്യത്തിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും കാണപ്പെടുന്ന സസ്യങ്ങളാണ് ദ്വിലിംഗ സസ്യങ്ങൾ. വെള്ളരി, മത്തൻ, കുമ്പളം, പടവലം, തെങ്ങ് തുടങ്ങിയവ ദ്വിലിംഗ സസ്യങ്ങളാണ്. ഇനി അടുത്ത് ഒരു പൂവിൽ നിന്നും വിത്തുണ്ടാകണമെങ്കിൽ പുംബീജവും അണ്ഡവും യോജിക്കണം. അത് എങ്ങനെ സാധ്യമാകുന്നു എന്നാണ്. പുംബീജം പരാഗരേണുക്കളിലും അണ്ഡം അണ്ഡാശയത്തിലുമാണ് കാണപ്പെടുന്നത്. പുംബീജവും അണ്ഡവും തമ്മിൽ യോജിക്കണമെങ്കിൽ പരാഗരേണുക്കൾ ജനിപുടത്തിലെ പരാഗസ്ഥാനത്ത് പതിക്കണം. ഇനി എന്താണ് പരാഗണം? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരാഗണം. ഇനി ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നിരീക്ഷിക്കുക. പ്രാണികളും പക്ഷികളും പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നത് കൊണ്ട് പൂക്കൾക്ക് എന്താണ് പ്രയോജനം? പൂക്കളിൽ പരാഗണം നടത്താൻ ഇവ സഹായിക്കുന്നുണ്ടോ? പ്രാണികളും പക്ഷികളും പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. ഇവ പരാഗണകാരികളാണ്. അപ്പോൾ പ്രാണികളെയും പക്ഷികളെയും പരാഗണകാരികളായിട്ട് കണക്കാക്കുന്നു. ഇനി അടുത്ത് വാനിലയുടെ ഒരു പിക്ചറും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് വാനില. ഈ സസ്യത്തിൻ്റെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്നത് ഒരിനം തേനീച്ചയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ തേനീച്ച ഇല്ലാത്തതിനാൽ കർഷകർ തന്നെ പൂക്കളിൽ കൃത്രിമമായി പരാഗണം നടത്തിയാണ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എന്താണ് സ്വപരാഗണവും പരപരാഗണവും? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്കോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്കോ പതിക്കുന്നതാണ് സ്വപരാഗണം. എന്നാൽ ഒരു പൂവിൽ നിന്ന് പരാഗരേണുക്കൾ അതേ വർഗത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം. ഇനി പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രകൃതി.
സസ്യങ്ങളിൽ മെച്ചപ്പെട്ടതും വൈവിധ്യമാർന്നതുമായ ഇനങ്ങൾ ഉണ്ടാകുന്നതിന് പ്രകൃതി തന്നെ സ്വപരാഗണത്തെ തടഞ്ഞ് പരപരാഗണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില സസ്യങ്ങളിലെ പൂക്കളിൽ ആൺ പെൺ ലിംഗാവയവങ്ങൾ വ്യത്യസ്ത സമയത്താണ് പാകമാകുന്നത്. ഉദാഹരണത്തിന് സൂര്യകാന്തിയിൽ കേസരം പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷമാണ് ജനിപുടത്തിൻ്റെ വളർച്ച പൂർണ്ണമാകുന്നത്. അവകാഡോയിൽ ജനിപുടത്തിൻ്റെയും കേസരപുടത്തിൻ്റെയും വളർച്ച പൂർത്തിയാകുന്നത് വ്യത്യസ്ത സമയങ്ങളിലാണ്. മേന്തോനിയിൽ സ്വപരാഗണം തടയുന്നതിനായി കേസരവും ജനിപുടവും രണ്ടു ദിശയിൽ കാണപ്പെടുന്നു. എന്താണ് ബീജസങ്കലനം? പരാഗണത്തിന് ശേഷം പരാഗരേണു ജനിതണ്ടിലൂടെ അണ്ഡാശയത്തിലേക്ക് ഒരു നാളിയായി വളരുന്നു. ഈ നാളിയിലൂടെ പുംബീജം അണ്ഡാശയത്തിലെത്തി അണ്ഡവുമായി കൂടിച്ചേരുന്നു. പുംബീജം അണ്ഡവുമായി ചേർന്ന സിക്താണ്ഡമാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം എന്നറിയപ്പെടുന്നത്. പുംബീജം അണ്ഡവുമായി ചേർന്ന് സിക്താണ്ഡമുണ്ടാകുന്ന പ്രക്രിയയാണ് ബീജസങ്കലനം. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഓവിയൂൾ വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു. ബീജസങ്കലനത്തിന് ശേഷം സിക്താണ്ഡം ഭ്രൂണമായും ഓവിയൂൾ വിത്തായും അണ്ഡാശയം ഫലമായും മാറുന്നു. ബീജസങ്കലനത്തിന് ശേഷം അണ്ഡാശയം വളർന്നാണല്ലോ ഫലമുണ്ടാകുന്നത്. അണ്ഡാശയത്തിൻ്റെ എണ്ണവും ഫലത്തിൻ്റെ എണ്ണവും തമ്മിൽ ബന്ധമുണ്ടോ? പാവലിൻ്റെ പൂവിന് ഒരു അണ്ഡാശയം മാത്രമേ ഉള്ളൂ. പാവലിൻ്റെ പൂവിനെ പോലെ മാങ്ങ, വെണ്ട, പയർ, പപ്പായ എന്നിവയുടെ പൂക്കളിലും ഒരു അണ്ഡാശയം മാത്രമാണുള്ളത്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ലഘുഫലം? ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതിനാണ് ലഘുഫലം എന്നറിയപ്പെടുന്നത്. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകുന്നതാണ് ലഘുഫലം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഒരു പൂവിൽ ഒന്നിലധികം അണ്ഡാശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ഫലങ്ങളും ഉണ്ടാകും. ഇതിനെ പുഞ്ജഫലങ്ങൾ എന്നറിയപ്പെടുന്നു. സീതപ്പഴം പുഞ്ജഫലത്തിന് ഉദാഹരണമാണ്. ഒന്നിലധികം അണ്ഡാശയങ്ങളുള്ള ഒരു പൂവിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് പുഞ്ജഫലങ്ങൾ. അതിനുദാഹരണമാണ് സീതപ്പഴം. ഇനി വിത്തില്ല ഫലങ്ങൾ. ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറാറുണ്ട്. ഇത്തരം ഫലങ്ങളിൽ വിത്തുണ്ടാവുകയില്ല. പാർത്തനോകാർപ്പി എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. വിത്തില്ലാ ഫലങ്ങൾ പ്രകൃതിദത്തമായി ഉണ്ടാകാറുണ്ട്. കൃത്രിമമായും അവയെ ഉണ്ടാക്കാറുണ്ട്. വാഴപ്പഴം, കൈതച്ചക്ക എന്നിവ ഇത്തരം പ്രകൃതിദത്ത ഫലങ്ങളാണ്. മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ എന്നിവയുടെ വിത്തില്ലാത്ത ഇനങ്ങൾ കൃത്രിമമായി നാം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പാർത്തനോകാർപ്പി എന്നറിയപ്പെടുന്നത് ബീജസങ്കലനം നടക്കാതെ ചില സന്ദർഭങ്ങളിൽ അണ്ഡാശയം ഫലമായി മാറുന്നു. ഈ പ്രക്രിയയാണ് പാർത്തനോകാർപ്പി എന്ന് അറിയപ്പെടുന്നത്. പ്രതിഭാസത്തിന് ഈ പാർത്തനോകാർപ്പി എന്ന പ്രതിഭാസത്തിന് ഉദാഹരണങ്ങളായ പഴങ്ങളാണ് വാഴപ്പഴം, കൈതച്ചക്ക തുടങ്ങിയവ. കൂടാതെ മുന്തിരി, തക്കാളി, തണ്ണിമത്തൻ തുടങ്ങിയവയുടെ വിത്തില്ലാത്ത ഇനങ്ങളും ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയടുത്ത് മാവിൻ്റെ പൂങ്കുലയിലെ ഓരോ പൂവും ഓരോ മാങ്ങയായി മാറുന്നു. വാഴയുടെ പൂങ്കുലയിലെ ഓരോ പൂവും ഫലമായി മാറുന്നു. ഇതുപോലെ പ്ലാവിൻ്റെ പൂങ്കുലയിൽ സംഭവിക്കുന്നുണ്ടോ? മാവ്, വാഴ എന്നിവയുടെ പൂങ്കുലകളിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വേറിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ പ്ലാവിൻ്റെ പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എല്ലാം കൂടിച്ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നു. ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഒന്നിലധികം ഫലങ്ങൾ ചേർന്ന് ഒറ്റ ഫലം ആകുന്നതിനെയാണ് സംയുക്ത ഫലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംയുക്ത ഫലം? അപ്പോൾ സംയുക്ത ഫലം എന്ന് വെച്ചാൽ ഒരു പൂങ്കുലയിൽ ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം കൂടി ചേർന്ന് ഒറ്റ ഫലമായി മാറുന്നതിനെയാണ് സംയുക്ത ഫലം എന്നറിയപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് പ്ലാവ്. അതുപോലെ തന്നെ കൈതച്ചക്ക, ആഞ്ഞിലിച്ചക്ക, ശീമച്ചക്ക എന്നിവ സംയുക്ത ഫലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി അടുത്ത് എന്താണ് കപടഫലങ്ങൾ? സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്നാണ് ഫലമുണ്ടാകുന്നത്. ചില സസ്യങ്ങളിൽ അണ്ഡാശയം അല്ലാതെ പൂവിലെ മറ്റു ഭാഗങ്ങളും ഫലമായി മാറുന്നു. ഇവയാണ് കപടഫലങ്ങൾ എന്നറിയപ്പെടുന്നത്. കശുമാങ്ങയിലെ പൂഞ്ഞിട്ട് വളർന്നാണ് ഫലമുണ്ടാകുന്നത്. കപടഫലങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കശുവണ്ടി. ആപ്പിളും സബർജെല്ലിയും ഇവയും കപടഫലങ്ങളാണ്. ഇവയുടെ പുഷ്പാസനം വളർന്നാണ് ഫലമായി മാറുന്നത്. അപ്പോൾ സാധാരണ അണ്ഡാശയമാണ് ഫലമായി മാറുന്നത്. എന്നാൽ സാധാരണ പൂക്കളിൽ അണ്ഡാശയം വളർന്ന് ഫലമുണ്ടാകുന്നതിന് പകരം ചില സസ്യങ്ങളിലെ അണ്ഡാശയമല്ലാതെ മറ്റു ഭാഗങ്ങൾ ഫലമായി മാറുന്നുണ്ട്. ഇവയാണ് കപടഫലം അറിയപ്പെടുന്നത്. ഇവയാണ് കപടഫലം എന്നറിയപ്പെടുന്നത്. അതിനുദാഹരണമാണ് കശുമാങ്ങ. കശുമാങ്ങയിൽ പൂഞ്ഞിട്ട് വളർന്നാണ് ഫലമാവുന്നത്. ആപ്പിളിലും സബർജെല്ലിയിലും പുഷ്പാസനം വളർന്നാണ് ഫലമായി മാറുന്നത്.
ഇനി എന്താണ് ഫ്ലോറികൾച്ചർ? പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിപ്പിക്കുന്നതാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഫ്ലോറികൾച്ചർ? പൂച്ചെടികൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തി പരിപാലിക്കുന്നതാണ് പുഷ്പകൃഷി അഥവാ ഫ്ലോറികൾച്ചർ. ഇനി ആന്തൂറിയം. പുഷ്പകൃഷിയിൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ആന്തൂറിയം. ഇതിൻ്റെ ഏറ്റവും ആകർഷണമായ ഭാഗം രൂപാന്തരം പ്രാപിച്ച ഇലകളാണ്. പൂവിനോട് ചേർന്ന് കാണുന്ന ഇത്തരം നിറമുള്ള ഭാഗങ്ങളെ സഹപത്രം എന്നാണ് പറയുന്നത്. പരാഗണകാരികളെ ആകർഷിക്കുക എന്നതാണ് സഹപത്രങ്ങളുടെ ധർമ്മം. വാഴ, ബോഗൻവില്ല എന്നീ സസ്യങ്ങളിലും ആകർഷകമായ സഹപത്രം കാണാൻ കഴിയും. അഞ്ചാമത്തെ ചാപ്റ്ററാണ് പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. എന്താണ് മിശ്രിതങ്ങൾ? ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് മിശ്രിതങ്ങൾ. ഒന്നിലധികം വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥത്തെ മിശ്രിതങ്ങൾ എന്ന് പറയുന്നു. ഇതിന് ദ്രാവകത്തിൽ ഹരവസ്തു അലിഞ്ഞു ചേർന്ന മിശ്രിതത്തിന് ഉദാഹരണമാണ് ഉപ്പുവെള്ളം. ഹരവസ്തുവും ചേർന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് റവയും ഉപ്പും കലർന്നത്. ഒന്നിൽ കൂടുതൽ ഹരവസ്തുക്കൾ ദ്രാവകത്തിൽ ലയിച്ചു ചേർന്ന മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ് പൊട്ടാസ്യം പെർമംഗനേറ്റും ഉപ്പ് വെള്ളത്തിൽ ലയിച്ചത്.